പിന്നിൽ ആരുടെയോ പെരുമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കവേ കുറച്ചകലെ അവളെ നോക്കി നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ കണ്ണ് മിഴിഞ്ഞു വന്നു. അച്ചൊന്ന് പരുങ്ങി അവളുടെ മുഖത്തു നിന്ന് കണ്ണുമാറ്റി അവന്റെ കയ്യിലിരുന്ന കവർ ടേബിളിന് പുറത്തായി വെച്ചു. ഇതെന്താ? വേണിയമ്മ കൊണ്ടുതരാൻ പറഞ്ഞു. അമ്മ കൊടുത്തുവിട്ടതാണെന്ന് മനസ്സിലായതും അവൾ അതെടുത്തു. ഉള്ളിൽ 1-2 പുതിയ ഡ്രസ്സും അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സ്വീറ്റ്സുമായിരുന്നു. കണ്ടപാടെ അവൻ അവിടെ അവളെ നോക്കി നിൽക്കുന്നുണ്ട് എന്ന് പോലും ശ്രദ്ധിക്കാതെ അതിൽ നിന്നും കഴിക്കാൻ തുടങ്ങി. ആസ്വദിച്ച് കഴിക്കുന്ന അവളെ അവനും കണ്ണെടുക്കാതെ നോക്കി. അച്ചുവിന് അവളിൽ ഏറ്റവും ഇഷ്ടവും അതാണ്. കുഞ്ഞു കാര്യങ്ങളായിരുന്നാൽ കൂടി അത് അവളിൽ ഉണ്ടാക്കുന്ന മാറ്റം ചെറിയ കാര്യങ്ങളിലും അവൾ സന്തോഷിക്കും. മിന്നിമറിയുന്ന ഭാവങ്ങൾ കണ്ണാൽ ഒപ്പിയെടുക്കുന്നത് അവനൊരു ലഹരിയായി മാറിയിരുന്നു. കണ്ണടച്ച് വളരെയധികം എക്സ്പ്രഷൻ ഇട്ട് കഴിക്കുന്നത് കാണെ അവനും നാവിൽ വെള്ളമൂറി. മധുരം ഇഷ്ടമല്ലായിരുന്നിട്ടും അവനും അത് കഴിക്കണമെന്ന് തോന്നി. കുറച്ചു നേരത്തിന് ശേഷമാണ് ശിവക്ക് ബോധം വന്നത്. പെട്ടെന്ന് കണ്ണു തുറന്ന് അവനെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി. തന്നെ വിടാതെ നോക്കുന്നുണ്ട്. അല്ലെങ്കിലും ഫുഡ് മുന്നിൽ കണ്ടാൽ ചുറ്റുള്ളതൊന്നും താൻ ശ്രദ്ധിക്കില്ല, പ്രത്യേകിച്ച് സ്വീറ്റ്സ്. അവൾ ചമ്മലോടെ ഓർത്തു. അവനെ നോക്കി ഒന്ന് പല്ലിളിച്ചു. ശേഷം കയ്യിലുള്ള ബോക്സ് അവന് നേരെ നീട്ടി. വേണോ? അച്ചുവിന്റെ ഉള്ളം വല്ലാതെ സന്തോഷിച്ചു. കണ്ണുകൾ തിളങ്ങി. അവളുടെ മനസ്സിൽ തനിക്കായ ഒരു സ്ഥാനമുള്ളതുപോലെ അവന്റെ മനസ്സ് അവനോട് പറഞ്ഞു. നീ വേണമെങ്കിൽ ഒന്ന് കഴിക്ക് അച്ചു. അവിടെ ചെന്ന ചിത്തു തരുമെന്ന് സ്വപ്നം പോലും കാണണ്ട. വേറെ എന്ത് ഷെയർ ചെയ്താലും സ്വീറ്റ്സിലൊരു വിട്ടുവീഴ്ചയും അവള് ചെയ്യില്ല. അത്രക്ക് ഭ്രാന്താ പെണ്ണിന്. വേണിയമ്മയുടെ വാക്കുകൾ ഓർക്കെ അവന് വല്ലാത്ത ചിരി തോന്നി. വേണ്ടെന്ന് പറയണേ. അന്നേരം ശിവ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരു ചിരിയാലെ അച്ചു അതെടുക്കാൻ തുനിഞ്ഞതും ശിവ ബോക്സ് തിരിച്ചെടുത്തു. ഇഷ്ടല്ലല്ലേ? സാരില്ല, ഞാൻ കഴിച്ചോളാം. അതും പറഞ്ഞവൾ ബാക്കി അടച്ചു വെച്ച് കയ്യിലിരുന്നത് ഒറ്റയടിക്ക് വായിലിട്ടു. ഇവിടെ ഇപ്പൊ എന്താ നടന്നതെന്നോർത്ത് അച്ചു വായ പൊളിച്ചു നിന്നു. അങ്ങനെ പെട്ടെന്നൊന്നും ശിവ മാറില്ല എന്നത് അവന് ബോധ്യമായി. അവളെ നോക്കി കഷ്ടമെന്ന ഭാവത്തിൽ അവൻ നിന്നു. അതിലൊന്ന് വെളുക്കനെ ചിരിക്കാൻ അവൾ മറന്നില്ല. പോകുവാണോ? അവളെ നോക്കിയൊന്ന് തുറച്ചു നോക്കി തിരിഞ്ഞു നടക്കാൻ പോയതും പിന്നിൽ നിന്നുള്ള ശിവയുടെ ചോദ്യം കേൾക്കെ അവൻ അവിടെ തന്നെ പിന്തിരിഞ്ഞു നിന്നു. ചോദ്യം അവനിൽ കുളിർമയേകിയതോടെ അവന്റെ ചുണ്ടിൽ കള്ളച്ചിരിയും സ്ഥാനം പിടിച്ചു. എന്താ റന ഒന്നും മിണ്ടാത്തെ? നിനക്ക് ഇഷ്ടായില്ലേ ഈ യാത്ര? വണ്ടിയിൽ കയറിയിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്ന റനയോട് ഹാനി ചോദിച്ചെങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിൽ വായടക്കാത്ത പെണ്ണ. ഇന്ന് എന്താ പറ്റിയേ? അവനത് ഓർത്തു. മിററിൽ കൂടി നോക്കിയതും അവൾ എന്തോ കാര്യമായ ആലോചനയില്ല. റന! വണ്ടി സൈഡിലായി ഒതുക്കി ഹാനി വിളിച്ചതും പെണ്ണ് ബോധമണ്ഡലത്തിലേക്ക് വന്നു. എന്താ ഇക്ക നിർത്തിയ? ചുറ്റും കണ്ണുകൊണ്ട് പരതി അവൾ ചോദിച്ചതും ഹാനി പല്ല് കടിച്ചു മുഖം ചൊളിച്ചു. എന്താ ഇക്ക, പല്ല് വേദനിക്കുന്നോ? ചോദിച്ചു പോയല്ലോ എന്നോർത്ത് അവന് സ്വയം തലക്കടിച്ചു വണ്ടിയെടുത്തു. റന ഒന്ന് ചിരിച്ചു. അവന്റെ പുറത്ത് തലവെച്ച് കിടന്നു. ഇക്ക, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയാവോ? വിശാലമായ കടലിൽ നോട്ടം തെറ്റിച്ച് മണൽപ്പരപ്പിൽ കല്ലുബെഞ്ചിൽ ഹാനിയുടെ ഇടനെഞ്ചോട് ചേർന്നാണ് റനയുടെ ഇരിപ്പ്. അവളെ വലയം ചെയ്ത ഹാനിയുടെ കയ്യിൽ അവളുടെ ഇടം കൈ കോർത്തിട്ടുണ്ട്. റനയുടെ നെറ്റിയിൽ ഇടയ്ക്കിടെ ഹാനി അവന്റെ തണുപ്പ് പടർന്ന അതരം മുട്ടിച്ച് സ്നേഹചുംബനം നൽകുന്നു. അവന്റെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി റന ചോദിക്കവേ അവൻ എന്താ എന്നർത്ഥത്തിൽ അവളെ നോക്കി. പറയുവോ? നീ ചോദിക്ക്. ഇക്കാക്കെന്നെ ശരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇഷ്ടം ഉണ്ടായിരുന്നോ? അതോ അച്ചു സാറിന് ശിവയുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണോ? ചോദ്യം അവനോട് ചോദിച്ചതിനൊപ്പം അവൾ തല താഴ്ത്തി വീണ്ടും കടലിൽ നോട്ടമിട്ടു. ഏറെ നേരം അവന്റെ സൗണ്ട് കേൾക്കാഞ്ഞിട്ട് അവൾ തല ഉയർത്തവേ അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. അവളുടെ നോട്ടം കണ്ടതും അവന് തല താഴ്ത്തി അവളുടെ ചുണ്ടിലൊന്ന് മുത്തി. അപ്പോ അതാണോ എന്റെ പെണ്ണ് ഇത്രയും നേരം ചിന്തിച്ചോണ്ടിരുന്നേ? അവളുടെ മറുപടി മൂളലിൽ ഒതുക്കി. അവൻ കൈകൊണ്ട് അവളെ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചു. കടൽ കാറ്റിന്റെ തണുപ്പിലും അവന്റെ കൈകളുടെ ചൂട് റനക്കൊരാശ്വാസം നൽകി. പകുതി ശരിയാ, നിന്നെന്ന് കൊണ്ടുപോണെന്ന് വിചാരിച്ചിരുന്നതല്ല. നാളെ ഫുൾ നിന്നെയും കൊണ്ട് അന്ന് നീ പറഞ്ഞതുപോലെ കറങ്ങണമെന്ന് കരുതിയതാ. പക്ഷെ അച്ചുവിന് നാളെ എന്തോ അത്യാവശ്യമായി പോകാനുണ്ടെന്ന്. അത് മുടക്കാനാവില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി പിന്നെ പോവാമെന്ന്. അപ്പൊ അവനാ പറഞ്ഞ് നിന്നെയും കൊണ്ട് ഇന്ന് പോകാൻ, കൂടെ അവന്റെ പെണ്ണിനോടൊന്ന് മനസ്സ് തുറക്കാനും. ഹാനി കണ്ണു ചിമ്മി അവളോട് പറഞ്ഞതും റന്ന് ചിരിയാലെ അവന്റെ കവിളിൽ ചുണ്ടു ചേർത്തു. പിന്നെ ഒന്നും സംസാരിച്ചില്ല അവർ. സംസാരിക്കാനുണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാവും ശരി. അവിടെ വാക്കുകൾക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. മൗനം പോലും പരസ്പരം പ്രണയിച്ച നിമിഷങ്ങൾ. താരകക്കൂട്ടം അവർക്കിടയിൽ നിൽക്കാൻ നാണിച്ച് കണ്ണുകൊത്തിയ നിമിഷം. ഓഹ്, ഏത് നേരത്താണാവോ റനയുടെ കൂടെ പുറത്തിറങ്ങാൻ തോന്നിയേ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇവിടെ നിൽക്കേണ്ടി വന്നത്. ഷോ, അങ്ങേര് പോയിട്ട് കാണാനില്ലല്ലോ. വരുന്നുണ്ടെന്ന് ചോദിച്ചപ്പോ കൂടെ ചെന്നാ മതിയായിരുന്നു. ഇതിപ്പോ അവർക്കിടയിൽ കട്ടുറുമ്പ് വേണ്ടെന്ന് കരുതിയ ഞാനിപ്പോ പോസ്റ്റായി. അല്ലി സ്വയം പഴിച്ച് പുറത്തേക്ക് നിന്ന് വട്ടം കറങ്ങി. അച്ചുവിന് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട്
ഇവിടെ വന്നു നിന്ന് ചീത്ത വിളിക്കുവാണ്. ഓരോന്നോർത്തു നിന്നതും മഹിയുടെ കാറ് വന്നതും ഒരുമിച്ചായിരുന്നു. അവന്റെ കാറ് കണ്ടതും അവൾക്ക് വല്ലാത്തൊരു നാണം വന്നു. രാവിലെ നടന്നതൊക്കെ മൈൻഡിൽ കൂടി കടന്നുപോയി. അവൻ കാണാതെ അവിടെയുള്ള തൂണിന്റെ മറവിലായി ഒളിച്ചു നിന്നു. നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, നീ പോയിക്കോ. ദക്ഷ അവനോട് ചോദിച്ചതും മഹി മുകളിൽ നിന്ന് കണ്ണു വെട്ടിച്ച് അവളോട് മറുപടി പറഞ്ഞു. വീണ്ടും അവന്റെ കണ്ണ് അല്ലിയുടെ റൂമിന്റെ ഗ്ലാസ് വിൻഡോയിൽ എത്തി നിന്നു. അവളൊന്ന് അവിടെ വന്നിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു. ഇവിടെ നിന്നിങ്ങനെ നോക്കാതെ എന്റെ കൂടെ വാ, അവളെ കണ്ടിട്ട് തിരിച്ചു പോക്കോ, ദക്ഷ കണ്ണിറുക്കി അവനോട് പറഞ്ഞെങ്കിലും അവൻ വേണ്ടെന്ന് പറഞ്ഞു. മറവിൽ നിന്ന് നോക്കുന്ന അല്ലിക്ക് അവന്റെ പറച്ചിൽ എന്തുകൊണ്ട് ദേഷ്യം വന്നു. തെമ്മാടി, ഒന്ന് കണ്ടാലെന്തോ, ആകാശം ഇടിഞ്ഞു വീഴോ. അവൾ മനസ്സിൽ അവനെ തെറിവിളിച്ച് വീണ്ടും എത്തി നോക്കി. അവൻ മുകളിൽ നിന്ന് കണ്ണു മാറ്റി താഴെ നോക്കിയതും അതിനു മുന്നേ അല്ലി വീണ്ടും മറവിലൊളിച്ചു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും നോക്കിയതും അവൻ നിന്ന ഭാഗം ശൂന്യമായിരുന്നു. വല്ലാത്ത വിഷമം തോന്നി അവൾക്ക്. കുറച്ചു നേരം കൂടി അവിടെയെല്ലാം നോക്കി നിരാശയോടെ തിരിഞ്ഞു നോക്കവേ രണ്ടു കൈയും മാറിൽ പിണച്ചു കെട്ടി പിരികം ചിരിച്ച് മുന്നിലായി നിൽക്കുന്ന ദക്ഷയെ കാണെ അവളൊന്ന് പതറി. ഒപ്പം പിറകിലായി കള്ളച്ചിരിയാലെ താടിയിഞ്ഞു നിൽക്കുന്ന മഹിയും കൂടി ആയതും അവൾ പാടുപെട്ട് ഉമിനീരിറക്കി. ദേ നിൽക്കുന്നു ഒരാൾ, അവിടെ നിന്ന് മുകളിലേക്ക് നോക്കുന്നു, മറ്റേയാൾ താഴെ നിന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നു. രണ്ടു കൊള്ളാലോ. കളിയാക്കലോടെ ദക്ഷ പറഞ്ഞതും അല്ലിയും മഹിയും ഒരുമിച്ച് അവളെ കണ്ണുരുട്ടി. എന്നെ നോക്കിയതാണോ? ദക്ഷ പറഞ്ഞു പോയതിന് പിന്നാലെ പോകാൻ നിന്ന അല്ലിയെ തടഞ്ഞു വെച്ച് മഹി ചോദിച്ചതും അവളൊന്ന് ഞെട്ടി. അവനെ നോക്കാൻ അവൾക്ക് ത്രാണിയില്ലായിരുന്നു. വിട്, ഞാൻ പോട്ടെ. അതിന് നിന്നെ ഞാൻ പിടിച്ചിട്ടില്ലല്ലോ. മഹി പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ച് പറഞ്ഞതും അവളൊന്ന് നോക്കി. ഹരിക്കൈ ചുമരിൽ കുത്തി വെച്ചെന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ചമ്മല് തോന്നി അവൾക്ക്. അവനെ നോക്കാതെ തന്നെ പോകാൻ നിന്ന അവളെ ഇപ്രാവശ്യം അവൻ ചേർത്ത് പിടിച്ചു. ഓരോ നിമിഷവും അവന്റെ സാന്നിധ്യം അവളിൽ ഉണ്ടാക്കുന്ന മാറ്റം വലുതാണെന്ന് അവൾ മനസ്സിലാക്കി. പിടപ്പോടെ അവന്റെ കണ്ണിൽ നോക്കിയവൾ നിമിഷ നേരം കൊണ്ട് അതിലവൾ ലയിച്ചുപോയി. അവനും. ഇഷ്ടാണോ എന്നെ? അല്ലിയായിരുന്നു അത് ചോദിച്ചത്. അബദ്ധത്തിൽ ചോദിച്ചു പോയതാണ്. പലപ്പോഴും മനസ്സിനെ അലട്ടിയ ചോദ്യം അറിയാതെ വന്നു പോയതാണെന്ന് അവൾ ഓർത്തു. ചോദ്യം അപ്രതീക്ഷിതവും കൂടെ തന്നെ അവനിൽ വല്ലാത്തൊരു അനുഭൂതി നിറച്ചതും അവൻ അവളെ മുറുക്കി പിടിച്ചു. അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവളുടെ ഗന്ധവും നോട്ടവും ഉള്ളിലൊരു കിടുക്കമുണ്ടാക്കിയതും അവൻ അവളിലേക്ക് അടുത്ത്. അതറിഞ്ഞെന്നോണം അല്ലി കണ്ണുകൾ പൂട്ടി. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതും അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു അവളെ പിന്നിലേക്ക് തള്ളി. തുടരെ തുടരെ അല്ല എന്ന് തലകുലുക്കി അവൻ തിരിഞ്ഞു നടന്നു. അല്ലി ശരിക്കും ഞെട്ടി. താൻ എന്തൊക്കെയാ? ഞാൻ വെറുതെ തമാശക്ക്, ജസ്റ്റ് ടൈം പാസ്. മഹിയുടെ നാവിൽ നിന്ന് വന്നത് അവളുടെ ഹൃദയം ചുട്ടുപൊള്ളിക്കാൻ പാകമുള്ളതായിരുന്നു. തമാശയോ? അവൾ സ്വയം ചോദിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. തിരിഞ്ഞോടുമ്പോ തടയണമെന്നും അവളെ വാരി പുണരണമെന്നും ചുംബനം കൊണ്ട് മൂടണമെന്നും തോന്നിയെങ്കിലും തനിക്കവൾ അർഹതപ്പെട്ടതല്ല എന്നവന്റെ ഉത്ബോധ മനസ്സ് ഓർമ്മിപ്പിച്ചു. കൈച്ചുരുട്ടി അവൻ ചുമരിൽ ആഞ്ഞടിച്ചു. കണ്ണുകൾ നിറഞ്ഞൊലിച്ച് മുന്നിലുള്ള കാഴ്ച അവൾക്ക് അവ്യക്തമായി. പെട്ടെന്നാരോ അവളെ പിടിച്ചു നിർത്തിയതും അവളൊന്ന് നോക്കി. അയാളുടെ നെഞ്ചിലേക്ക് വീണ അവളുടെ മനസ്സിൽ അത്രയും വേഗത്തിൽ മഹി പതിഞ്ഞിരുന്നു. നാളെ ഓഫീസിൽ വരാൻ പറ്റുമോ തനിക്ക്? അതോ ലീവാണോ? വേണ്ട, വരാം. അപ്പോ നാളെ നമുക്ക് അവിടെ പോകാം, സ്നേഹതീരത്ത്. അച്ചു ഫോണിൽ നോക്കി അത് ചോദിച്ചതും അവൾ ഞെട്ടി. അതിനായിരുന്നോ? ഷോ, ഇനി എന്ത് പറയും? അവൾ കുറച്ചു നേരം ആലോചിച്ചു. നാളെയോ? അത് വേണ്ട, മറ്റന്നാ പോവാം. ശിവ കുറച്ച് ടെൻഷനോടെ പറഞ്ഞതും അച്ചു ഫോൺ മാറ്റി അവളെ ഉറ്റുനോക്കി. സംശയത്താൽ അവളെ കണ്ണെടുക്കാതെ നെറ്റിച്ചുളിച്ച് നോക്കുന്ന അവനെ കണ്ട് അവൾ എന്ത് പറയണമെന്നറിയാതെ ചുറ്റു നോക്കി. അന്നാ പ്രൊജക്ട് നമുക്ക് കിട്ടിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ നിനക്കുള്ള ടെൻഷനും അത് മുടക്കാൻ നീ നോക്കുന്ന വഴികളും. എന്തോ കാര്യമായ ഒന്നാണ് നിന്റെ ഈ താല്പര്യക്കുറവിനെന്ന് എനിക്കറിയാം. പറയ്, സത്യത്തിൽ നിനക്ക് എന്താ പ്രശ്നം? എന്തെങ്കിലും അല്ലെങ്കിൽ ആരെയെങ്കിലും നീ ഭയക്കുന്നുണ്ടോ? പറയ് ജിത്തു. അച്ചുവിന്റെ ചോദ്യത്തിന് മുന്നിൽ അവൾക്ക് ഉത്തരമില്ലായിരുന്നു. ഭയക്കുന്നുണ്ട് അച്ചു. അതൊരിക്കലും എന്നെ ഓർത്തിട്ടല്ല, നിന്നെ ഓർത്തിട്ടാ. നിന്റെ അവസ്ഥ ഓർത്തിട്ട്. അവൾ കുറക്കെ അവനോട് വിളിച്ചു പറയണമെന്ന് തോന്നി. പക്ഷെ കഴിഞ്ഞില്ല. ഐശുവിനെ പറ്റി അറിഞ്ഞാൽ അവൻ എന്തെങ്കിലും അതിനെപ്പറ്റി അവൾക്ക് ചിന്തിക്കാൻ പോലും ഇഷ്ടമില്ലായിരുന്നു. പറയ് ജിത്തു, നിനക്ക് ഇഷ്ടമല്ലേ ആ പ്രൊജക്ട്? അവളുടെ കയ്യിന് മുകളിൽ അവന്റെ കൈ ചേർത്ത് അച്ചു ചോദിച്ചതും അവളൊന്ന് ഞെട്ടി. അവനെയും കയ്യിനെയും മാറി മാറി നോക്കി. അവന്റെ നോട്ടം അവളിൽ തന്നെയായിരുന്നു. അവൻ അവളിൽ നിന്ന് കാരണം അറിയാൻ ആഗ്രഹിച്ചിരുന്നു. നിന്റെ മനസ്സിനെ അലട്ടുന്ന എന്തോ ഒന്നാണെന്ന് തോന്നിയത് കൊണ്ട് അവിടെ തന്നെ പ്രോജക്ട് ക്യാൻസൽ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതാ. അവളുടെ ഭാഗത്തു നിന്ന് മറുപടിയൊന്നും ഇല്ലാത്തതിനാൽ അവൻ അതും പറഞ്ഞു നിർത്തി. അവിടെ നിന്നും എഴുന്നേറ്റു. ശിവാദി കേൾക്കെ കണ്ണുമീച്ച് അവനെ നോക്കി. ഉള്ളിൽ ചെറിയൊരു സന്തോഷവും. പക്ഷെ എന്തോ ഒന്ന് എന്നെ അതിൽ നിന്നൊക്കെ തിരിപ്പിക്കും പോലെ, അവിടോട്ട് പോകാൻ എന്നെ ആരോ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിക്കും പോലെ. എനിക്കായി കാത്തുവെച്ചത് എന്തോ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇടയ്ക്കിടെ ഉള്ളിൽ നിന്നൊരു തേങ്ങൽ എനിക്ക് അനുഭവപ്പെടും. കാര്യം എന്താണെന്ന് അറിയാതെ കണ്ണു നിറയും. മനസ്സിൽ വല്ലാത്ത ഭാരം പോലെ തോന്നാം. ഒരുപാട് ചോദ്യം ഉള്ളിൽ കിടന്ന് വട്ടം കറങ്ങുന്ന പോലെ. അതെന്തൊക്കെയാണെന്ന് വ്യക്തമല്ലെങ്കിലും അതിനൊക്കെയുള്ള സൊല്യൂഷൻ അവിടെ സ്നേഹതീരത്ത് കിട്ടും എന്നൊരു തോന്നൽ.
അത് പറയുമ്പോൾ അവന്റെ കണ്ണു നിറഞ്ഞിരുന്നു. അവൻ പറഞ്ഞതുപോലെ കാര്യം എന്താണെന്ന് അറിയാതെ അവന്റെ കണ്ണുകൾ പലപ്പോഴായി നിറഞ്ഞു. ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവന്റെ ഉള്ളിൽ അത്രയും ആഴത്തിൽ ഐഷു പതിഞ്ഞത് കൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായി. ശിവക്കും സങ്കടം തോന്നി. അച്ചു പറഞ്ഞതുപോലെ ഐഷു അച്ചുവിനായി എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടെങ്കിലോ? അവളുടെ മനസ്സ് പലമുറ ദുരുവിട്ടുകൊണ്ടേയിരുന്നു. അവിടെ പോകണം എന്നവളുടെ മനസ്സും പറഞ്ഞു. കാര്യമറിയാതെ അവൻ വിഷമിക്കുന്നത് കാണാൻ അവളും ആഗ്രഹിച്ചിരുന്നില്ല. എന്ത് വന്നാലും ഈ പ്രൊജക്ട് കഴിയുന്നതിനു മുന്നേ ഐഷുവും അവളുടെ ഓർമ്മകളും അവനിൽ വീണ്ടും തിരിച്ചെത്തണമെന്നവൾ ആഗ്രഹിച്ചു. അച്ചു അവളെ നോക്കിയതും അവളൊരു ചിരി വരുത്തി അവനോട് സമ്മതമെന്നോണം തലകുലുക്കി. അവനും നിശ്വസിച്ചു. അതെ, ഇയാള് പോകുന്നില്ലേ? എനിക്ക് കിടക്കണം, ടൈമായി. ചുണ്ടുകൊട്ടി അവളത് പറഞ്ഞതും അവൻ എഴുന്നേറ്റു. കുറച്ചു സമയം കൊണ്ട് തന്നെ അവരിൽ നല്ലൊരു സൗഹൃദം ഉടലെടുത്തിരുന്നു. നാളെ ഞാൻ രാവിലെ വരും, റെഡിയായി നിൽക്കണം, അച്ചു ഓർഡർ പോലെ പറഞ്ഞതും അവൾ തലകുലുക്കി. അവൻ തിരിഞ്ഞതും കൊഞ്ഞനം കുത്തി വേറെ എന്തോ പറയാൻ അച്ചു തിരിഞ്ഞതും കാണുന്നത് കൊഞ്ഞനം കുത്തുന്ന തിരക്കിൽ നിൽക്കുന്ന ശിവയെയാണ്. അത് കണ്ടതും അവന്റെ മുഖം ചുമന്നു. അവള് ചെറിഞ്ഞു നോക്കി. വായ വല്ലാത്ത വേദന. അവൻ കണ്ടെന്ന് മനസ്സിലായതും അവൾ വായ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ടാക്കി പറഞ്ഞതും അവൻ അവളെ ആണോ എന്ന മട്ടിൽ നോക്കി. ഇളിച്ചു കൊടുത്ത് അവൾ തിരിയാൻ നിന്നതും ശിവയുടെ കയ്യിൽ അച്ചുവിന്റെ പിടി വീണു. മെലിഞ്ഞു വന്ന കണ്ണോടെ അവനെ നോക്കിയതും അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവൾക്ക് പിന്നിലേക്ക് നീങ്ങാനോ മറുത്തൊരു വാക്ക് പറയാനുള്ള സമയത്തിന് കാത്തു നിൽക്കാതെ അച്ചു അവളുടെ കവിളിൽ അവന്റെ ഇരുകൈ ചേർത്ത് നെറ്റിയിൽ അവന്റെ ചുണ്ടു പതിപ്പിച്ചു. അത്രയും വാത്സല്യത്തോടെ.